ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. ഏഷ്യാനെറ്റൊക്കെ കരഞ്ഞ് നിലവിളിക്കുകയാണല്ലോ. അല്ല, എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം 2 പ്രതികൾ അവർ ഭീകരന്മാരാണ് എന്ന് കണ്ടെത്തി. ഭീകരരാണെന്ന്, അവരുടെ പ്രവൃത്തി ഭീകര പ്രവർത്തനമാണെന്ന് പറയുന്നു. 2020 നടന്ന CIA വിരുദ്ധ കലാപം, ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ഡൽഹിയിൽ ആസൂത്രണം ചെയ്ത കലാപം. അതിന് ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ 53 പേർ കൊല്ലപ്പെട്ടു. അതിലൊരാൾ അങ്കിത് ശർമ്മ എന്ന് പറഞ്ഞ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസറായിരുന്നു. അയാളെ തല്ലിക്കൊന്ന് ചാന്ദ്ബാഗ് പ്രദേശത്തെ ഓടയിൽ തട്ടിയിരുന്നു. അങ്ങനെ 51 പേർ കൊല്ലപ്പെടുകയും 200-ലേറെ പരിക്ക് പറ്റുകയും ചെയ്ത ഡൽഹി കലാപം ഭീകര പ്രവർത്തനമാണ്. അതിൻ്റെ ഉത്തരവാദികൾ ഉമർ ഖാലിദും ഷർജിൽ ഇമാമുമാണെന്ന് സുപ്രീം കോടതി അവരുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് 5 വർഷത്തോളമായിട്ട് ജയിലിലാണ്. ജാമ്യം കൊടുക്കാൻ ഒരർഹതയുമില്ല. ഇവർ രാജ്യത്തിനെതിരെ കുറ്റം ചെയ്തു, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തു, ഇന്ത്യയുടെ സമ്പദ്ഘടന തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ കണ്ടെത്തിക്കൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നു. ഈ വിധിയെക്കുറിച്ച് ഏഷ്യാനെറ്റ് വളരെ വികാരഭരിതമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരുണ്ടല്ലോ, കൊച്ചിയിലെ റിപ്പോർട്ടറൊക്കെ ആയിരുന്ന ചെറുപ്പക്കാരൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അനൂപ് ബാലചന്ദ്രൻ ഉടനെ മലേഗാവ് സ്ഫോടന കേസിലും ഇങ്ങനെയല്ലേ പറഞ്ഞത്, പ്രതികളെ വിട്ടയച്ചല്ലോ, കേണൽ പുരോഹിതനെ അടക്കം വിട്ടയച്ചതിനെക്കുറിച്ച് വരെ പരാമർശിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ സുപ്രീം കോടതിക്കെതിരെ വിധിയെ ഉൾക്കൊള്ളാനാവാത്ത തരത്തിൽ. സുപ്രീം കോടതി വിധിയെ നമുക്ക് വിമർശിക്കാം, അധികാരമുണ്ട്, പക്ഷേ ഒരു മാന്യത വേണ്ടേ? എന്നിട്ട് ഈ വിധിയെ വിമർശിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരുന്നു. ആരൊക്കെയെന്നറിയോ? ഒന്ന് പ്രശാന്ത് പത്മനാഭൻ എന്ന് പറഞ്ഞൊരു വക്കീൽ ഈ വിധി തെറ്റാണെന്ന് പറയുന്നു. പിന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ കൂട്ടത്തിലുള്ള ഹാരിസ് ബീരാനെ കൊണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ കോടതിക്കെതിരെ നിലപാടെടുത്ത ആളുകളെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് 2 ചെറുപ്പക്കാർ വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് വാർത്ത അവതരിപ്പിക്കുന്നത് എത്ര നീചമായ കാര്യമാണ്. എന്താണ് ഇവരുടെ പേരിലുള്ള കുറ്റകൃത്യം? ചാർജ് ചെയ്യപ്പെട്ടത് എന്താണ്? അവർ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ മൂലം ഡൽഹിയിൽ എന്തൊക്കെ സംഭവിച്ചു? ഒരു വിദേശ രാഷ്ട്ര തലവൻ, അതും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നതിന് തൊട്ടു മുമ്പ് ഷഹീൻബാദിൽ CIA പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഷർജിൽ ഇമാമാണ്. അതിൻ്റെ കൂടെ നിന്ന് ഇത് കൊലപാതകം ഉൾപ്പെടെയുള്ള ഭീകര പ്രവർത്തനം നടത്താനുള്ള എല്ലാ ഒത്താശയും ചെയ്ത് JNU വിദ്യാർത്ഥിയായ ഉമർ ഖാലിദാണ്. ഷർജിൽ ഇമാമും JNU പഠിച്ചതാണ്, IIT പഠിച്ചതാണ്. ഇവരെയാണ് പ്രധാനപ്പെട്ട സൂത്രധാരരായിട്ട് കോടതി കണ്ടെത്തിയത്. എന്നിട്ട് ഇവർ പറഞ്ഞ ഒരു വാദമുണ്ട്. വാദം എന്നറിയോ? ഇത്രയും 5 വർഷമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഇവരെ വിട്ടയക്കണം, വിചാരണ ആയിട്ടില്ല, ട്രയൽ തുടങ്ങിയിട്ടില്ല, ട്രയൽ ഇനിയും താമസിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വിട്ടയക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ പേരിലുള്ള ആരോപണങ്ങളും പ്രഥമ ദൃഷ്ട്യാ ഉള്ള തെളിവുകളും നോക്കുമ്പോൾ ഇവർ അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു. അതുകൊണ്ട് ട്രയലിന് മുമ്പ് ജയിലിൽ കിടക്കുകയാണെന്നുള്ള വാദം അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള, ഏഷ്യാനെറ്റ് മനഃപൂർവ്വം വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ വിദ്വാന്മാർ പറയുകയാണ് മനുഷ്യാവകാശം. ആരുടെ? കൊന്നവൻ്റെ മനുഷ്യാവകാശം. ഡൽഹിയിലെ തെരുവുകളിൽ പുഴുക്കളെ പോലെ മരിച്ചു വീണ മനുഷ്യരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. ലോകത്തെമ്പാടും അങ്ങനെ മദനിയെക്കുറിച്ച് പറയുമ്പോൾ മദനിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയും. എന്നാൽ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഉൾപ്പെടെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പറയില്ല. നാളെ ഇവർ ചെങ്കോട്ടയിൽ ബോംബ് വെച്ച ആ ഡോക്ടർ ഭീകരന്മാരുണ്ടല്ലോ, അവരുടെ മനുഷ്യാവസ്ഥയെക്കുറിച്ച് പറയും, അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പറയില്ല. ഇതിനൊക്കെ നിൽക്കുകയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത്. ഞെട്ടിക്കുന്നു. സത്യത്തിൽ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് ഏഷ്യാനെറ്റിൻ്റെ എന്തോ ഷെയറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തോൽപ്പിച്ചത് ഈ ചാനലാണ്. ഇദ്ദേഹം അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും കേരള നിയമസഭയിലെത്തേണ്ട കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ BJPയുടെ അധ്യക്ഷനാണ്. എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തകരോട് അപേക്ഷയുണ്ട്, നിങ്ങളുടെ BJP വിരോധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി രാജീവ് ചന്ദ്രശേഖരനെ നിയമത്ത് നിങ്ങൾ തോൽപ്പിക്കരുത്. ഒരപേക്ഷയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരൻ്റെ വിലാപമാണ്. ഏഷ്യാനെറ്റെ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമത്ത് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കരുത്. കാരണം രാജ്യവിരുദ്ധ ശക്തികളുടെ നാവായി പ്രവർത്തിക്കാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായും RCയെ തോൽപ്പിക്കാൻ വരെ നിങ്ങൾ മടിക്കില്ല. കാരണം RCയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ഇത്ര നീചമായ ഒരു കുറ്റകൃത്യമാണ് നടന്നതെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കണ്ടെത്തിയിട്ടും ഇവരുടെ പേരിലുള്ള കുറ്റങ്ങൾ എന്താണെന്ന് പറയാൻ പോലും ശ്രമിക്കാതെ ഇവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വിലപിക്കുകയാണ് ഏഷ്യാനെറ്റ് എന്നുള്ള ചാനൽ. ഞാൻ മനഃപൂർവ്വമാണ് ഏഷ്യാനെറ്റ് തന്നെ വെച്ചത്. കാരണം ഏഷ്യാനെറ്റ് വെക്കാൻ ഒരു കാരണമുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ലേഖകനായ അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞ വിദ്വാനുണ്ടല്ലോ, വർഗീസ് എന്ന് പറഞ്ഞ പഴയൊരു കേരള കോൺഗ്രസ് നേതാവിൻ്റെ മകൻ,
മാറി വാനേസിൽ പഠിച്ച, മാറി വാനേസിൽ SFI ഒന്നും ആയിരുന്നില്ല, ചിലരോട് പറഞ്ഞ അയാൾ SFI കാരനൊന്നും ആയിരുന്നില്ല, കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസ് ആയിരുന്നു എന്ന് മാത്രമല്ല ഒന്നാം തരം ക്രിസ്ത്യൻ വർഗീയവാദിയുമാണ്. SFI എന്നൊക്കെ പറയുന്നത് പൊയ്മുഖമാണ് എന്നൊരാൾ എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല. അയാൾ ഈ ഉമർ ഖാലിദിൻ്റെ മുമ്പ് ജാമ്യം കിട്ടാതിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് സനാതന ധർമ്മം എന്ന് പറയുന്നാൽ പകർച്ചവ്യാധി പോലെയാണ്, അതായത് പരോക്ഷമായി ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണമെന്ന് പോസ്റ്റിട്ട അതേ ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഉമർ ഖാലിദിന് ജാമ്യം കിട്ടാത്തതിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ ഭീകരന് അനുകൂലിച്ച്. അപ്പോൾ ഇയാൾ ആരാണ്? ഭീകരനെ സപ്പോർട്ട് ചെയ്യുന്നവൻ ഭീകരൻ തന്നെയാണ്. രാജ്യദ്രോഹിയെ സപ്പോർട്ട് ചെയ്യുന്നവൻ ആരായാലും അയാൾ രാജ്യദ്രോഹി തന്നെയാണ്. അപ്പോൾ ഉമർ ഖാലിദ് രാജ്യദ്രോഹിയാണ്, ഭീകരനാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുക. അബ്ജോദ് വർഗീസ് പഴയ നിലപാട് മാറ്റുമോ? പഴയ പോസ്റ്റ് പിൻവലിക്കുമോ? ഡിലീറ്റ് ചെയ്യുമോ? ഇല്ല. കാരണം അത് സംബന്ധിച്ച് അന്ന് ഉമർ ഖാലിദിന് ജാമ്യം കിട്ടാത്തതിനെക്കുറിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് പറയുണ്ടായി. അതായത് ഇതൊരു തന്ത്രമാണ്. നോക്കൂ, ഹാജരായ ആരൊക്കെയാണെന്ന് ഇവർക്ക് വേണ്ടി കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ള ഘടാഘടിയൻ വക്കീലന്മാർ. ഇക്കൂട്ടത്തിൽ ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ലീഗിൻ്റെ രാജ്യസഭാ അംഗം കൂടിയുണ്ട്. ഇവർ ഉൾപ്പെടെ ഹാജരായിട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് എന്താ പറഞ്ഞെന്നറിയോ? അതായത് ഉമർ ഖാലിദിൻ്റെ ജാമ്യം കോടതി പരിഗണിക്കെടുക്കും. ഉടനെ വക്കീലന്മാർ വന്നിട്ട് പറയും ഇപ്പോൾ അത് പരിഗണിക്കേണ്ടെന്ന് പറയും. അങ്ങനെ നിരന്തരം ഈ കേസ് മാറ്റിവെക്കും. എന്നിട്ട് പുറത്തിറങ്ങി പറയും, കണ്ടില്ലേ 2 വിദ്യാർത്ഥികളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. അതായത് പ്രതി ചേർക്കപ്പെട്ടവരുടെ വക്കീൽ തന്നെ കോടതിയിൽ ചെന്നിട്ട് കേസ് പരിഗണിക്കല്ലെന്ന് പറയും. എന്നിട്ട് പുറത്തിറങ്ങി ക്യാമ്പയിൻ ചെയ്യും, ഇന്ത്യയിലെ കോടതി നീതി നടപ്പാക്കുന്നില്ല. ഇപ്പം ന്യൂയോർക്ക് മേയറായിരിക്കുന്ന മറ്റവനുണ്ടല്ലോ, എന്താണ് മംദാനി, കഴിഞ്ഞ ദിവസം അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നത്, ഇവൻ ആരാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടാൻ? ഈ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർ തുള്ളിച്ചാടിയല്ലോ, ന്യൂയോർക്കിൽ കമ്മ്യൂണിസ്റ്റ് മേയർ വന്നിരിക്കുന്നു. എടാപ്പനെ അവൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഖുറാൻ തൊട്ടിട്ടാണ്, ദൈവനാമത്തിലല്ല. അങ്ങനെ വന്ന ഇയാൾ എന്ത് ചെയ്തറിയോ? ഇയാളൊരു കത്തെഴുതിയിരിക്കുന്നു, ഉമർ ഖാലിദ് നീ ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെയൊക്കെ പിന്തുണ നിനക്കുണ്ട്. പിന്നെ അമേരിക്കൻ പട്ടാളം ഇപ്പോൾ ഡെൽറ്റ ഫോഴ്സ് ഇവിടെ പറന്നിറങ്ങി തീഹാർ ജയിലിൽ നിന്ന് ഉമർ ഖാലിദിനെ കൊത്തിയെടുത്തോടങ്ങ് പോകുമായിരിക്കും ഈ മംദാനി മേയറായാൽ. അപ്പോൾ നോക്കൂ, ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെയൊക്കെ ഓമനപുത്രനാണ് ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം. ഇനി ഉമർ ഖാലിദിനെ കുറിച്ച് ഘോരം വിലപിക്കുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾ പറയാത്തൊരു രഹസ്യം ഞാൻ പറയാം. ഉമർ ഖാലിദ് ആരാണെന്നറിയാമോ? ഉമർ ഖാലിദിൻ്റെ അച്ഛൻ ആരാണെന്നറിയാമോ? പറയുന്നറിയാമോ? ഞാൻ പറഞ്ഞത് അയാളുടെ പേര് സയ്യദ് ഖാസിം റസൂൽ ഇല്യാസ്. സയ്യദ് ഖാസി റസൂൽ ഇല്യാസ് ആണ് ഇയാളുടെ അച്ഛൻ്റെ പേര്. പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. SQR ഇല്യാസ്. കിട്ടിയില്ല അല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റാണ് ഉമർ ഖാലിദിൻ്റെ അച്ഛൻ. ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണകൂടത്തെ അടിച്ചിറക്കിയിട്ട് 10,000 ചെറുപ്പക്കാരെ വിട്ട് കലാപമുണ്ടാക്കി ധാക്കയിൽ വിപ്ലവം നടത്തി രാജ്യത്ത് ഭരണകൂടത്തെ അട്ടിമറിച്ച്. അയാളുടെ മകനാണ് CIയുടെ പേരിൽ JNUവിലെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി കലാപമുണ്ടാക്കി ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. മലയാളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞിട്ടുണ്ടോ ഉമർ ഖാലിദിൻ്റെ അച്ഛനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറയില്ല. ഇയാൾ ആരാ? ഇതിനു മുമ്പ് ആരാന്നറിയോ? വെൽഫെയർ പാർട്ടിക്ക് മുമ്പ് ഇയാൾ സിമിക്കാരനായിരുന്നു, ജലീലിൻ്റെ സിമിക്കാരൻ, ജലീലിനെ പോലെ സിമിക്കാരനായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഭീകരബന്ധമില്ലെന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവരെയൊക്കെ വെള്ള പൂശാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. നമ്മൾ എത്ര ഭീകരമാണെന്ന് ഓർക്കണം. നമുക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുക്കാത്തത് തെറ്റാണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഏഷ്യാനെറ്റിനോട് ഞാൻ പറയുകയാണ് വീണ്ടും, കാരണം ഏഷ്യാനെറ്റ് വെക്കാൻ കാരണം ഞാൻ കരുതി ഒരുപക്ഷെ ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അബ്ജോദ് തന്നെ വരുമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അബ്ജോദ് മനഃപൂർവ്വം വരാതിരുന്നായിരിക്കും. കാരണം അബ്ജോദിനറിയാം മിക്കവാറും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ ജാമ്യം കിട്ടിയില്ലെന്ന് വാർത്ത വായിക്കുമ്പോൾ അബ്ജോദും ഗദ്ഗത കണ്ടനായി അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ കരഞ്ഞു പോവുകയോ പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ചാനലിനെ വല്ലാതെ ബാധിക്കുമോ എന്ന് കരുതിയിട്ട് ഹിന്ദുക്കളെ കൊല്ലണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മനസ്സിൽ നടക്കുന്ന ഇയാൾ മനഃപൂർവ്വം വരാതിരുന്നതായിരിക്കാം. ഏതായാലും ഏഷ്യാനെറ്റിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഞാനിതിന് ഉപയോഗിക്കും. കാരണം രാജ്യവിരുദ്ധരായ ഒരു സംഘം ആളുകൾ ചേക്കേറിയിരിക്കുന്ന ഇന്ത്യ വിരുദ്ധത മനോഭാവമുള്ള ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ഹാരിസ് ബീരാൻ്റെ വരെയുള്ള പ്രതികരണങ്ങൾ കണ്ടിട്ടാണ്. അത് കഴിഞ്ഞ് പ്രശാന്ത് രഘുവംശം വന്നിട്ട്
ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. വിലയിരുത്തൽ നടത്തിയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഭീകരപ്രവർത്തനമാണ്, രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ കേസ് അതീവ ഗുരുതരമായി മാറും. കാരണം വിചാരണ കോടതിയിൽ വരുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഈ പരാമർശങ്ങൾ വിചാരണ കോടതിക്ക് പരിഗണിക്കേണ്ടി വരും. അപ്പോൾ മിക്കവാറും ഇവന്മാരുടെ കാര്യം തീഹാർ ജയിലിൻ്റെ അഴികൾക്കുള്ളിൽ അവസാനിക്കാനാണ് സാഹചര്യം. അത് മനസ്സിലാക്കാൻ ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് എന്നുള്ള സ്ഥാപനത്തെ പറയുന്നില്ല, അവിടെ കയറിയിരിക്കുന്ന രാജ്യവിരുദ്ധ മനോഭാവമുള്ള ആളുകളുടെ തനിനിറം അതൊന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റിനെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ ചെയ്തു. കാരണം ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കൂ, ഫെയർ ക്രിറ്റിസിസം ആകാം, പക്ഷേ നിങ്ങൾ അപ്പുറത്തെ സൈഡിലൂടെ പറയണ്ടേ. ആരെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു വന്നത് ബീരാന് ശേഷം ആരെങ്കിലും ഇവർ കൊണ്ടുവന്നത് എനിക്കറിയില്ല. പക്ഷേ അവരുടെ വാർത്തയുടെ മൊത്തത്തിലുള്ള ഒരു ടോൺ എന്ന് പറയുന്നത് സുപ്രീം കോടതി വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ്. ഉമർ ഖാലിലിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അൻസാരിയെയും പുറപ്പെടുവിച്ച ഉത്തരവിനെ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതെ തരമില്ല. ഏതായാലും രാജ്യത്തെ നിയമമനുസരിച്ച് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഭീകരപ്രവർത്തനം നടത്തി എന്ന് പറയുന്ന 2 പേർക്ക് വേണ്ടി നിലവിളിക്കുന്ന മാധ്യമപ്രവർത്തനം രാജ്യവിരുദ്ധമായ മാധ്യമപ്രവർത്തനമാണ് എന്ന് പറയാതെ തരമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിപോലെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ മലയാളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഉറക്കെ സത്യങ്ങൾ പറയാനുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് കരുത്ത് നൽകും. അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തി സബ്സ്ക്രൈബ് ബാർ എന്നമർത്തി തൊട്ട് അടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി അത് മാറും.